അഹദ് അൽ ഫർദ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി സ്വലാത്തൻ ബിലാ അദദ് ബാഖിയതൻ ഇലൽ അബദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. പ്രത്യേകിച്ചും വീഡിയോ ഓൺ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ആളുകളും മിക്കവാറും എനിക്ക് മുഖപരിചയമുള്ളവരാണ്. ചില ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത സുഹൃത്തുക്കളുമാണ്. ദീർഘകാലത്തിന് ശേഷം വളരെ അകലെ നിന്നാണെങ്കിലും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുക, നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കഴിയുക എന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡൽഹിയിൽ അത്യാവശ്യം തണുപ്പുള്ള ഒരു സമയമാണ്. കഴിഞ്ഞ തണുപ്പ് കാലത്തും ഈ തണുപ്പ് കാലത്തും പക്ഷെ ആ തണുപ്പിന്റെ അന്തരീക്ഷത്തെ അകറ്റുന്ന സ്വഭാവത്തിലുള്ള പ്രൊട്ടസ്റ്റുകളാണ്, സമരങ്ങളാണ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ആന്റി CAA സമരം ഡൽഹിയുടെ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും തെരുവോരങ്ങളിലും നടന്നുവെങ്കിൽ ഇപ്പോൾ കർഷകരുടേതായ സമരമാണ് ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികൾ, കർഷകർ അതിർത്തികളിൽ പല പ്രദേശങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ്. ചില അതിർത്തി റോഡുകളൊക്കെ 20 കിലോമീറ്ററും 25 കിലോമീറ്ററും പ്രക്ഷോഭകർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവര് അവിടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഭക്ഷണം പാചകം ചെയ്യുക, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് നടത്തിക്കൊണ്ട് അവര് അവിടെ കൂടുകയാണ്. അവര് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ വീട്ടിലേക്ക് ചെല്ലാൻ ഞങ്ങളുടെ പേരക്കുട്ടികൾ സമ്മതിക്കുന്നില്ല, ജയിച്ചിട്ട് വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള സമരമാണ് അവിടെ നടക്കുന്നത്. ആ സമരത്തിന്റെ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള 2-3 നിയമങ്ങൾ, ആ നിയമങ്ങൾ രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് മാത്രം ഉപകാരപ്പെടുന്നതും കർഷകരുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്നതുമാണ് എന്ന് കർഷകർ ശരിയാം വണ്ണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ സമരരംഗത്തേക്ക് വരുന്നത്. ആ സമരത്തിന്റെ ചൂടിലാണ് ഈ തണുപ്പ് കാലത്തും ഡൽഹി ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പായി ഇന്ത്യയുടെ പ്രശ്നങ്ങൾ തന്നെ, ഇന്ത്യയിലെ മൊത്തം ജനതയുടെ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു പോകേണ്ടതുണ്ട്. നമുക്ക് സമയമില്ല ദീർഘമായി സംസാരിക്കാൻ. പക്ഷെ ഇന്ത്യയുടെ മൊത്തം പ്രശ്നങ്ങളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ഇന്ത്യയുടെ മുസ്ലിം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുവായ പ്രശ്നങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല. ഇന്ത്യയിലെ പൊതുവായ പ്രശ്നങ്ങൾ മുസ്ലിങ്ങളും അനുഭവിക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇന്ത്യൻ ജനതക്ക് പൊതുവായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്
ഇന്ത്യൻ മുസ്ലിങ്ങളോടുള്ള ഈ രാജ്യത്തിന്റെ സമീപനമാണ് എന്ന വിഷയമാണ് ഞാൻ പരസ്പര ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണം. ഇന്ത്യയുടെ പ്രശ്നം എന്താണ്? ഒന്നാമതായി സാമ്പത്തിക പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ രാജ്യം അതിന്റെ വളർച്ചാ നിരക്ക് കുറഞ്ഞു എന്ന് മാത്രം. കുത്തൻ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുള്ളത്. നമ്മൾ പല ഓഫീസുകൾക്കും വേണ്ടി ആളുകളെ അന്വേഷിക്കുമ്പോ പകരം നേരത്തെ ഒന്നും നമ്മുടെ ആവശ്യത്തിന് പറ്റുന്ന ആളുകളെ കിട്ടുമായിരുന്നില്ല. നിരാശപ്പെടുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം. കേൾക്കുന്നുണ്ടോ? ഇടക്ക് കട്ടായി പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ട്. നമ്മുടെ സദസ്സിലെ ആളുകള് വീഡിയോ ഒന്ന് ഓഫാക്കിയാല് നെറ്റിന് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. കുറെ വീഡിയോ ഓൺ ചെയ്തത് കൊണ്ടാണ് നെറ്റ് കട്ടാവുന്നത്. ഓക്കെ, തുടർന്നോളൂ. അപ്പോ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, അടിസ്ഥാന ആവശ്യങ്ങളുടെ കുറവ്, വികസനത്തിന്റെ കുറവ് എന്ന് പറഞ്ഞിട്ട് ഒരു വികസ്വര രാജ്യം എന്തൊക്കെ കാര്യങ്ങളിലാണോ മുന്നേറിക്കൊണ്ടിരിക്കേണ്ടത് ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യം പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യം ഇപ്പോൾ പോകുന്നത് ഒന്ന് ഭരണകൂടം, രണ്ടാമത്തത് നമ്മുടെ രാജ്യത്തെ കുത്തക മുതലാളിമാർ, അദാനി അംബാനി ഉൾപ്പെടെയുള്ള കുത്തക മുതലാളിമാർ, അതുപോലെ ഈ രാജ്യത്തിലെ കുറച്ച് ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ, ഇവർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് നടത്തുന്നുള്ളൂ. പെട്രോളിന്റെ കഥ നമുക്കറിയാം. പെട്രോളിന്റെ സിസ്റ്റം മാറ്റിയതോടുകൂടി അനുദിനം എന്നോണം പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡീസലിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു മെക്കാനിസവും ഇല്ല. കാരണം ഗുണം കിട്ടുന്നത് വലിയ മുതലാളിമാർക്കാണ്. എന്നതുപോലെ കർഷകരുടെ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളും ഇനി ആ സ്വഭാവത്തിലേക്ക് മാറാൻ പോവുകയാണ്. പകലന്തിയോളം കഠിനമായി പ്രവർത്തിക്കേണ്ടി വരുന്ന, വെയിലിലും തണുപ്പിലും അധ്വാനിക്കേണ്ടി വരുന്ന പാവപ്പെട്ട കർഷകന് അവന്റെ ഉൽപ്പന്നത്തിന് ഇപ്പോൾ തന്നെ വില കിട്ടുന്നില്ല. ഇനി ഈ നിയമം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ ആത്മഹത്യ ചെയ്യല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. കാരണം അവനെ വലയം ചെയ്യാൻ കഴിയുന്ന സ്വഭാവത്തിലാണ് ഈ നിയമം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നു. ഭരണകൂടവും വലിയ വലിയ മുതലാളിമാരും തമ്മിൽ ഇത്ര വലിയ നീക്കുപോക്കുകൾ നടത്തുന്നു. അവർക്ക് വേണ്ടി ഭരണം അടിയറ വെക്കുന്നു.
വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ തോന്നിവാസങ്ങൾ കാണിക്കുന്നു. അവർ ധാരാളമായി സമ്പാദിച്ചു കൂട്ടുന്നു. ഈ ഒരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിന്റെ ചെലവിലാണ്? ഈ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഈ സാഹചര്യം ഉണ്ടായത് രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ്, ഇസ്ലാമിക വിശ്വാസങ്ങളാണ്, ഇസ്ലാമിക സമ്പ്രദായങ്ങളാണ്, ഇസ്ലാമിക ആചാരങ്ങളാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയാണ് ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ മീഡിയയും വിജയിച്ചതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ തന്നെ ഈ ദുരന്തം അനുഭവിക്കാനുള്ള കാരണം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യൻ മുസ്ലിങ്ങളാണ്, അവരെക്കുറിച്ചുള്ള ഭയപ്പാടാണ്, വെറുപ്പാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുവികാരമായി രൂപപ്പെട്ടിട്ടുള്ളത്. ആ പൊതുവികാരത്തിന്റെ ചെലവിലാണ് ഈ ഏകാധിപത്യ സ്വഭാവമുള്ള മുതലാളിത്തവും ഏകാധിപത്യവും വർഗീയതയും കൂട്ടുചേർന്നുള്ള ഈ മുക്കൂട്ടു മുന്നണി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ വസ്തുതയെ മനസ്സിലാക്കുക എന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആവശ്യം മാത്രമല്ല, അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും വളർച്ചയുടെയും രാജ്യത്തിന്റെ സമാധാനത്തിന്റെയും ആവശ്യമാണ് എന്ന സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവുകയുള്ളൂ. 2006 കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വമ്പിച്ച ഒരു വിജയമുണ്ടായി. ആ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒന്നായി പിന്തുണച്ച ഒരു സമയമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അന്ന് പിന്തുണക്കാനുള്ള കാരണം കോൺഗ്രസിന്റെ നിലപാടുകളായിരുന്നു. ആ നിലപാടുകളെ സംബന്ധിച്ച് കോൺഗ്രസുമായിട്ട് നിരന്തരമായി സംസാരിച്ചതിന് ശേഷവും കോൺഗ്രസിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരുന്നു ഒരു സൈൻ ആവട്ടെ എന്ന് ജമാഅത്ത് തീരുമാനിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന മുന്നണിക്ക് വമ്പിച്ച പരാജയമുണ്ടായി. മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ വളരെ കുറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുനീർ, ബഷീർ സാഹിബ് പോലെയുള്ള ആളുകൾ പോലും പരാജയപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ആണ് കോൺഗ്രസിന്റെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്, ദീർഘമായി സംസാരിക്കാനുള്ള അവസരം. ഞാൻ ഓർക്കുകയാണ്, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പി തങ്കച്ചൻ, അതുപോലെ MI ഷാനവാസ്, ഇവരുൾക്കൊള്ളുന്ന ഒരു സംഘവുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, എന്താണ് നിങ്ങൾ അകന്നുപോയത്, കോൺഗ്രസിൽ നിന്ന് എന്താണ് അകന്നുപോയത്? ഞാൻ പറഞ്ഞു, കോൺഗ്രസിൽ നിന്ന് അകലാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ടായി. ഞങ്ങൾ പറഞ്ഞു അതാണ്. അതേ അവസരത്തിൽ പൊതുവായി മുസ്ലിം സമൂഹം അവർക്ക് ചില വിഷയങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താന്ന് വെച്ചാൽ, നരസിംഹറാവു ഗവൺമെന്റ് വന്നതിന് ശേഷം ഇസ്രയേലുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഇന്ത്യയിൽ വലിയ ഒരു ചേഞ്ചിന് കാരണമായി തീരും എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിലെ പോലീസ് സേനയെയും ഇന്ത്യയിലെ മിലിറ്ററിയെയും ഇന്ത്യയിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും നിയന്ത്രിക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുമുള്ള അധികാരം മൊസാദിന് വന്നു ചേരുന്ന രൂപത്തിലാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. മൊസാദിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ,
മുസ്ലിങ്ങൾ എവിടെ ഭൂരിപക്ഷമുണ്ടോ അവിടെ തമ്മിലടിപ്പിക്കുക, മുസ്ലിങ്ങൾ എവിടെ ന്യൂനപക്ഷമായി കഴിയുന്നുണ്ടോ അവരെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്തുക, അവരെക്കുറിച്ചുള്ള വെറുപ്പും ഭയവും വളർത്തുക എന്നതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് സിയോണിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള മൊസാദ് എന്ന് പറയുന്നത്. ഇതിലൂടെ മുസ്ലിം വെറുപ്പും ഇസ്ലാമിനെ കുറിച്ചുള്ള പേടിയും ഇന്ത്യയിൽ വർദ്ധിക്കാൻ പോവുകയാണ്. അതിനൊരുപാട് ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളെല്ലാം കൂടി ഞാനിപ്പോ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അവരോട് ദീർഘമായി 6 മണിക്കൂറോളം നീണ്ടുന്ന സംസാരമാണ്. അതുകൊണ്ട് ഈ ഒരു സ്വഭാവത്തിൽ പോവുകയാണെങ്കിൽ, ഒരു മുസ്ലിം ശത്രുത ഈ രാജ്യത്ത് വളർന്നു വരികയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ ലീഡർഷിപ്പ് BJPയിലേക്ക് പോവുക എന്നതായിരിക്കും സംഭവിക്കുക. കാരണം മുസ്ലിം ശത്രുതയും ഇസ്ലാമോഫോബിയയും നിലനിൽക്കുന്നത് കോൺഗ്രസിനല്ല ഉപകാരപ്പെടുന്നത്, അത് BJPക്കായിരിക്കും ഉപകാരപ്പെടുന്നത് എന്ന് പറയുകയുണ്ടായി. അതിന് കുറെ കാരണങ്ങളുണ്ട്. മറ്റു പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. സംഭവിച്ചത് അത് തന്നെയാണ്. പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ, അതായത് നരസിംഹറാവുവിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ കോൺഗ്രസോ നരസിംഹറാവുവോ അത്തരത്തിലുള്ള ഒരു പോളിസി സ്വയം ചിന്തിച്ചെടുത്തതല്ല എങ്കിൽ പോലും ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായ സംഗതികൾ എന്താണ്? ധാരാളം ചെറുപ്പക്കാരെ പിടിക്കുന്നു, അവരെ ജയിലിൽ പാർപ്പിക്കുന്നു, എന്നിട്ട് അവരെക്കുറിച്ചുള്ള കഥകൾ പരത്തുന്നു. ആ കഥകൾ പരത്തി, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോറി ടെല്ലേഴ്സ് എന്ന് പറയുന്നത്, കഥ പറച്ചിലുകാർ ആരാണെന്ന് ചോദിച്ചാൽ അത് NIA ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഥ പറയുന്നവർ NIA ആണ്. ലോജിക്കൊന്നും ഉണ്ടാവില്ല, ആരോ പറഞ്ഞതുപോലെ ഭാഷയും നന്നാവില്ല, എന്നാലും വലിയ കഥകൾ മെനയുന്നവരാണ് അവർ. അവര് കഥകൾ മെനയുന്നു, കുറെ പേരെ ജയിലിൽ വെക്കുന്നു, അവരെ കഠിനമായി ചോദ്യം ചെയ്യുന്നു, അതിൽ ദുർബലരായ ആളുകളെ വിലക്കെടുക്കുന്നു, അവരോട് പറയുന്നു ഞങ്ങൾ നിങ്ങളെ മോചിപ്പിക്കാം, നിങ്ങളെ മാപ്പുസാക്ഷികളാക്കാം, പക്ഷേ നിങ്ങൾ ഈ കഥയിൽ NIA നേരത്തെ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള കഥയിൽ ആരോടൊക്കെ സംസാരിച്ചു, ആരെവിടെ വെച്ച് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നുണ്ടോ അതിന് നിങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞ് എഴുതിത്തരണം, മൊഴി തരണം. അങ്ങനെ മൊഴി തന്നാൽ നിങ്ങളെ വിടാം, ബാക്കിയുള്ളവരെ. അങ്ങനെ ഇല്ലാത്ത കഥകൾ പ്രതികൾ സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് ആക്രമണ കഥകളും തീവ്രവാദാക്രമണ കഥകളും പോരാട്ട കഥകളും എൻകൗണ്ടർ കഥകളും ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുത്തു. ഇതിലൂടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക ഭീകരവാദവും ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ ആവശ്യം എന്നുള്ള ഒരു തോന്നൽ ഈ രാജ്യനിവാസികളിൽ വന്നു ചേർന്നു. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് നമുക്കറിയാവുന്നതുപോലെ BJP അധികാരത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അധികാരത്തിൽ വന്നതിന് ശേഷവും അതേ സംഗതി തന്നെ തുടർന്നു. നേരത്തെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി പരത്തപ്പെട്ടിരുന്നു. ആ ഭീതി നിലനിന്നു എന്ന് മാത്രമല്ല, ആ ഭീതിയെ കൂടുതൽ ശാസ്ത്രീയമായും കൂടുതൽ ഗവേഷണത്തിന്റെ പിൻബലത്തോടു കൂടിയും BJP ഗവൺമെന്റ് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി രാജ്യത്തിലുടനീളം നടന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം 2020കളുടെ മധ്യത്തിൽ 2026 ആകുമ്പോഴേക്കും ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറും. പിന്നീട് 1-2 പതിറ്റാണ്ടുകൾ കഴിയുന്നതോടുകൂടി
ഒരു മുസ്ലിം മുക്ത രാജ്യമായി, ഇസ്ലാം മുക്ത രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഇസ്ലാം മുക്ത രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ് എന്നുള്ളത് പ്രായോഗികമാണോ? ലോകത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ടോ? ആ ചോദ്യത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. ഇന്ത്യയിൽ 200 മില്യൺ മുസ്ലിങ്ങളുണ്ട്, 20 കോടി മുസ്ലിങ്ങൾ. ഈ 20 കോടി മുസ്ലിങ്ങളെയും 1 പതിറ്റാണ്ട് കൊണ്ടോ 2 പതിറ്റാണ്ട് കൊണ്ടോ കൊന്നു തീർക്കാമെന്നോ, അവരെയൊക്കെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്താമെന്നോ, അവരെയൊക്കെ അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാമെന്നോ ഏതെങ്കിലും ഒരു ആൾ വിചാരിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയാം. പ്രാക്ടിക്കൽ അല്ല അത്. പക്ഷെ പ്രാക്ടിക്കൽ അല്ല എങ്കിലും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെയുള്ള മുസ്ലിങ്ങൾക്ക് അകത്തുണ്ടാകുന്ന ഒരു ഭീതിയുണ്ട്. മുസ്ലിങ്ങൾ അല്ലാത്ത കുറെ അധികം ആളുകൾക്ക്, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കുറെ അധികം ആളുകൾക്ക് ഇങ്ങനെ പുറത്താക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്നുള്ള ഒരു ചോദ്യമുണ്ട്, ഒരു ചിന്ത വളരുന്നുണ്ട്. ആ ചിന്ത യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അല്ല ബുദ്ധിമുട്ടിക്കുന്നത്. അതാണ് ഞാൻ പറയാനുള്ള കാരണം. ഞാൻ പറയുന്നത് ആ ചിന്ത മുസ്ലിങ്ങളെ അല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ആ ചിന്ത യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ഇന്ത്യയിലുള്ള മുഴുവൻ പൗരന്മാരെയുമാണ്. ആളുകൾക്ക് ഭക്ഷണം വേണ്ട, ആളുകൾക്ക് വെള്ളം വേണ്ട, ആളുകൾക്ക് ജോലി വേണ്ട, ആളുകൾക്ക് നോട്ട് വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട. മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് പുറത്താകുന്ന കാലം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്ന ഒരു വികാരം സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം എന്ന് പറയുന്നത്. 1990 മുതൽ, അതായത് കമ്മ്യൂണിസത്തിന്റെ പതനം മുതൽ, ഇസ്ലാമിനെ പൈശാചികവൽക്കരിക്കുവാനുള്ള ശ്രമം ലോകത്ത് നടന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്കും ഇസ്ലാമോഫോബിയ കടന്നു വരുന്ന സമയത്ത് അതിനാവശ്യമായ അന്തരീക്ഷം ലോകത്തുണ്ടായിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണവും ആ ആക്രമണത്തെ തുടർന്ന് വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ലോകത്തിനെതിരായിട്ട് നടന്ന കുൽസിതമായ പ്രചരണങ്ങളും ആക്രമണങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് ലോകം മുഴുവൻ ഇസ്ലാമിക ഫോബിയ വളർന്ന ഒരു സമയത്താണ് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള മനസ്സ് ഇന്ത്യയിലും വളർന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ മനസ്സാണ് യഥാർത്ഥത്തിൽ BJP അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് BJP ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയവാദം, ഗവൺമെന്റ്, അതുപോലെ തന്നെ ബൂർഷ വിഭാഗങ്ങൾ, കുത്തക വിഭാഗങ്ങൾ ഇവരുടേതായ മുക്കൂട്ടുമുന്നണി ഉണ്ടാക്കി ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്കും സമഗ്രാധിപത്യത്തിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിയായ പ്രശ്നം. ഈ പ്രശ്നത്തെ ഒരിക്കലും നമ്മൾ കാണാതിരുന്നുകൂടാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പെട്ടെന്നാണ് ഓരോ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. നമ്മൾ നേരത്തെ സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ജനാധിപത്യത്തിന്റെ ഭാഗമായിരുന്ന കാര്യങ്ങൾ, ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ ഭാഗമായിരുന്ന കാര്യങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൊക്കിപ്പിടിച്ച് നടന്നിരുന്ന കാര്യങ്ങൾ, അതെല്ലാം തന്നെ രാജ്യവിരുദ്ധവും വർഗീയവാദപരവും തീവ്രവാദപരവുമായി തീരുന്നത് എത്ര പെട്ടെന്നാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഹലാൽ ഹറാമ് പ്രശ്നമുണ്ട്. ഹലാലിനെ നിരോധിക്കണമെന്നാണ് ഇപ്പോ ഇന്നും ഒരു പ്രസ്താവന കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹലാലിനെ നിരോധിക്കണം, ഹലാലിനെ നിരോധിക്കണം. എന്താ ഈ ഹലാൽ? ഹലാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് ഖുർആനും ഹദീസും വഴി നിഷിദ്ധമായ ചില കാര്യങ്ങളുണ്ട്. ആ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്
ഉണ്ടായിത്തീരുന്ന പ്രോഡക്ട്സ് ആണ് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറയുന്നത്. ആ ഹലാല് ഭക്ഷിക്കുന്ന ആളുകൾക്ക് ഹലാല് ഭക്ഷിക്കാം. ഹലാല് ഭക്ഷിക്കാൻ തീരുമാനിക്കാത്ത ആളുകൾക്ക് അത് ഭക്ഷിക്കേണ്ടെന്ന് തീരുമാനിക്കാം. ഹറാമ് ഭക്ഷിക്കേണ്ടവർക്ക് അത് ഭക്ഷിക്കാം. ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ വളരെ പ്രാഥമികമായ ഒരു കാര്യം, ഞാൻ എന്ത് തിന്നണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്ന കാര്യത്തെ, എന്റെ കുടുംബത്തിൽ എന്ത് സാധനം വാങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്ന കാര്യത്തെ, അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായും മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായും ആചാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായും കണ്ടിരുന്ന കാര്യം വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തീവ്രവാദമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ആളുകൾ പ്രേമിക്കുന്നുണ്ട്. പ്രേമം ചിലപ്പോൾ മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അല്ലാത്തവരും തമ്മിൽ നടക്കുന്നുണ്ട്. വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. എത്രയോ മുസ്ലിം കുട്ടികൾ അമുസ്ലിങ്ങളായ പുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഈ ഒരു സ്വാഭാവികമായ നമ്മുടെ കാലഘട്ടവും നമ്മുടെ സാഹചര്യവും സോഷ്യൽ മീഡിയയും നെറ്റും എല്ലാം കൂടി സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന ലൈംഗികമായ സദാചാരമില്ലായ്മയും പ്രേമവും തുടങ്ങിയിട്ടുള്ള ആശയങ്ങളെ പോലും വർഗീയമായി എത്ര പെട്ടെന്നാണ് മാറ്റിയെടുക്കാൻ കഴിയുന്നത്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പെട്ടെന്നാണ് മതത്തെക്കുറിച്ച് പറയുന്നതിനെ പൈശാചികവൽക്കരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്നു, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് സംസാരിച്ചു. മുസ്ലിങ്ങൾ വന്നു, ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. ബുദ്ധമതത്തെക്കുറിച്ച് സംസാരിച്ചു, ജൈനമതത്തെക്കുറിച്ച് സംസാരിച്ചു. പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ കമ്മ്യൂണിസം വന്നു, സോഷ്യലിസം വന്നു, നമ്മുടെ രാജ്യവുമായിട്ട് സംവദിച്ചു. ഇങ്ങനെ ആദർശങ്ങളും വിശ്വാസങ്ങളും ജനങ്ങളുമായി സംവദിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നോ ഇന്ത്യയിൽ? പക്ഷെ പല സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമം വന്നുകൊണ്ടിരിക്കുകയാണ്. കൺവർഷനെതിരിൽ, നിർബന്ധിതമായ മതപരിവർത്തനത്തിനെതിരിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമം കൊണ്ടുവരുന്നതെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം മുസ്ലിമല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ കഴിയാത്ത വിധം, ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസിദ്ധീകരണം വേറെ ഒരാൾക്ക് കൈമാറാൻ കഴിയാത്ത വിധം നിയമത്തെ കുരുക്കാക്കി മാറ്റിക്കൊണ്ട് രാജ്യത്തെ തീവ്രമായ വർഗീയതയിലേക്ക് നയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തൊരാശയം കിട്ടിയാലും അതിനെ വർഗീയമായി എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന, ഏറ്റവും സങ്കീർണതയിലേക്ക് തള്ളി മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യം എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പൊ അടുത്ത് ഒരാൾ എഴുതിയത്, എങ്ങനെയാണ് ഹലാലായ മാംസം ഞങ്ങൾക്ക് തിന്നാൻ കഴിയുന്നത്? കാരണം മറ്റൊരു ദേവൻ, അള്ളാഹുവിനെയാണ് ഈ പറയുന്നത്, മറ്റൊരു മതത്തിന്റെ ദേവൻ, ആ ദേവന് വേണ്ടി ബലിയർപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, അതിന്റെ പേരുച്ചരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അത് നമുക്കെങ്ങനെ തിന്നാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. വേറൊരാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മൃഗത്തെ കൊല്ലുന്നതിന് മുമ്പ് അവസാനമായി ആ മൃഗത്തിന്റെ ചെവിയിൽ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, ഒരു ദൈവത്തിന്റെ പേര്. ആ ദൈവത്തിന്റെ പേര് പറയുന്നതിലൂടെ ആ മൃഗത്തിന്റെ ശരീരത്തിലുടനീളം ആ ദൈവത്തിന്റെ ഒരു എനർജി പോവുകയാണ്. ആ ദൈവത്തിന്റെ എനർജി കൊണ്ട് ഇറങ്ങുകയാണ്. പിന്നീട് ആ മാംസം തിന്നാൽ ആ ദൈവത്തിന്റെ എനർജിയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കുകയാണ് കാര്യങ്ങളെ.
ഹലാലേ തിന്നാവൂ എന്ന് ആരും പറയുന്നില്ലല്ലോ ഇവിടെ. ഹലാൽ ഭക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഏതാണ് ഹലാൽ ഏതാണ് ഹറാമ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ രാജ്യത്തുണ്ടാകണം. വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമേ ബ്രിട്ടനിൽ മുസ്ലിങ്ങളുള്ളൂ. നിങ്ങൾ ഏത് അങ്ങാടിയിൽ ചെന്ന് നോക്കിയാലും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഹലാൽ സ്റ്റോറുകൾ. ലണ്ടൻ സിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഒരാളോട് ചെന്ന് ഭക്ഷണം ചോദിച്ചാൽ അവര് ചോദിക്കും, നിങ്ങൾക്ക് ഹലാലാണോ വേണ്ടത്? ഹലാലാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അപ്പോ നമുക്ക് ഹലാല് വിൽക്കുന്ന കട ചൂണ്ടിക്കാണിച്ചു തരും, നിങ്ങൾ അവിടെ പോയിക്കോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന കൗണ്ടർ ഉണ്ട്, ആ കൗണ്ടറിൽ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ ഭക്ഷ്യരീതി, ആ ഭക്ഷ്യരീതിയെ അംഗീകരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ മൗലികമായ ഒരു കാര്യമാണെങ്കിലും ഇന്ത്യയിൽ അത് മുസ്ലിം വിരുദ്ധതയുടെയും ഇസ്ലാമോഫോബിയയുടെയും ഉപകരണമായി മാറുന്നു എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് വിഷയവും ഇന്ത്യയിൽ അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ്. ഇപ്പൊ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതി ലോകാടിസ്ഥാനത്തിലുള്ളതാണ്, അത് ഇന്ത്യയിലുള്ളതാണ്, അത് കേരളത്തിലും അതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളൊരു പ്രസ്താവന ഓർപ്പെടുകയാണ്, ഇപ്പൊ കേരളം അടുത്ത UDF വന്നാൽ ഭരിക്കാൻ പോകുന്നത് MM ഹസനും അമീറും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും കൂടിയാണ് എന്ന് എന്തിനാണ് പറയുന്നത്? എന്തിനാണത് പറയുന്നത്? ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ആണ് എന്ന് ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? K കരുണാകരനും രമേശ് ചെന്നിത്തലയുമാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് ആരെങ്കിലും ആക്ഷേപ രൂപേണ, പേടിപ്പെടുത്തുന്ന രൂപേണ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ അങ്ങനെ പറയുന്നത് ഒരു ഫോബിയയുടെ അന്തരീക്ഷം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്, കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിമോ, ഒരു മുസ്ലിം സംഘടനയോ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനമോ, ഒരു മുസ്ലിം നേതാവോ നൂലിൽ കെട്ടി ഇറക്കുന്നതല്ല, മറിച്ച് ആഗോളാടിസ്ഥാനത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ ആളുകൾ സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന കാര്യമാണ് ഞാൻ വിശദീകരിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ മൗലിക പ്രശ്നം എന്ന് പറയുന്നത്, ഇസ്ലാമോഫോബിയ ഓർ മുസ്ലിം വെറുപ്പ്. ഇനി ഞാൻ അടുത്ത ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി യഥാർത്ഥത്തിൽ ഉണ്ടോ, അതിന്റെ വസ്തുതയുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നു അതിനെ രണ്ട് രൂപത്തിൽ കാണണം. ഇസ്ലാമിനെ പേടിക്കേണ്ടതുണ്ട് എന്നതിനെ രണ്ട് രൂപത്തിൽ നമ്മൾ കാണണം. ഒരു സംഗതി, ഇസ്ലാം ലോകത്ത് വളരുന്നുണ്ട്, ഇസ്ലാമിന് ഭാവിയിൽ പ്രതീക്ഷയുണ്ട്, ഇസ്ലാമിക ലോകം വികസിച്ചു വരുന്നുണ്ട്, മുസ്ലിം ചെറുപ്പക്കാർ കരുത്താർജിച്ചു വരുന്നുണ്ട്, മുസ്ലിം ചെറുപ്പക്കാർ ലോകത്തുടനീളം വൈജ്ഞാനിക രംഗത്ത് ലോകത്തിന്റെ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. പുതിയ വിജ്ഞാനീയങ്ങളിൽ മികവ് തെളിയിക്കുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിം ഡെമോഗ്രാഫിക്കലായിട്ട് വളർന്നു വരുന്നുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ഇസ്ലാമിന് ശക്തിയാർജിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയിലും ഡെമോഗ്രഫിക്കലായിട്ട് വളർന്നു വരുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. കേരളത്തിൽ 10 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 2% വളർന്നിട്ടുണ്ട്. ഇന്ത്യയിലും ആ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യയിലും ഒരു പ്രത്യേക വിഭാഗം സാമ്പത്തികമായും വിദ്യാഭ്യാസമായും വളരുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ ധാരാളമായി വിദ്യാഭ്യാസം നേടുന്നുണ്ട്, കേരളത്തിൽ മാത്രമല്ല പുറത്തും. ഇപ്പൊ നിങ്ങളുടെ ഈ ഫോണിന്റെ ഇത്
നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെ അല്ല കുറെ പേരിരിക്കുന്നത് അവരുടെ മക്കളുടെ പെൺമക്കളുടെ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിന് മുന്നിലാണ്, അല്ലെങ്കിൽ അവരുടെ ഐപാഡിന് മുന്നിലാണ്, അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ ഫോണിന് മുന്നിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് എനിക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുകയും വളരുകയും ലീഡിംഗ് പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇത് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് ഈ രാജ്യത്തിലെ ഭൂരിപക്ഷ സമൂഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ്. ലോകത്തിന് മുഴുവൻ ആ ഭയമുണ്ട്. അമേരിക്കക്ക് ആ ഭയമുണ്ട്, യൂറോപ്പിന് ആ ഭയമുണ്ട്, സിയോണിസ്റ്റുകൾക്ക് ആ ഭയമുണ്ട്. അത് ഭയം പെടേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ഭയത്തിന് അവകാശമുണ്ട്, അവസരമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെന്തിനാ നമ്മൾ തള്ളിക്കളയുന്നത്? അങ്ങനെ ഒന്നുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ, അതായത് കുഞ്ഞാലിക്കുട്ടിയും ഹസനും അമീറും കൂടി കേരളം ഭരിച്ചാൽ എന്ത്? അങ്ങനെ ഭരിച്ചു നോക്കുക, എന്നാൽ എന്ത്? 2030 ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്ത്? ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന് മേൽക്കൈ കിട്ടിയാൽ എന്ത്? എന്താ അവിടെ സംഭവിക്കുക? ഇന്ത്യയിൽ 800 കൊല്ലം മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് അവരെ റീപ്ലേസ് ചെയ്തത്. പക്ഷേ ബ്രിട്ടീഷുകാർ 1 നൂറ്റാണ്ട് ഭരിച്ചു കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഈ രാജ്യത്തിലെ ജനങ്ങൾ അവരെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി ശ്രമിച്ചു. കാരണം അവർ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരായിരുന്നു. എന്നാൽ മുസ്ലിങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ജനത ശ്രമിച്ചില്ല. കാരണം എന്താണ്? ഇസ്ലാമിക സമൂഹം വളരെ വിശാലതയുള്ളവരായിരുന്നു. ബഹുസ്വരത എന്ന് പറയുന്നത് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനുള്ള സൗകര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിക തത്വശാസ്ത്രത്തിന്റെ തന്നെ അടിസ്ഥാനമാണ്. മാത്രമല്ല മുസ്ലിം ചരിത്രം എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ ലോകത്ത് ഇസ്ലാം വളരുന്നു എന്നതുകൊണ്ട് പേടിക്കുന്നുണ്ടെങ്കിൽ പേടിച്ചോളൂ. പക്ഷേ പേടിക്കേണ്ട ഒരു കാര്യം അതിനില്ല. കാരണം നേരത്തെ കമല സുരയ്യ മകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ, വരാൻ പോകുന്ന കാലം ഇസ്ലാമിന്റെ തണൽ വിരിക്കുന്ന കാലമാണ്. ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ ഛായ ലോകത്ത് പടരുന്ന കാലമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. ആ കാരുണ്യത്തിന്റെ ഛായ ഇന്ന് ലോകത്തിന് ആവശ്യമില്ലേ? ഇന്ത്യക്ക് ആവശ്യമില്ലേ? അപ്പോ അങ്ങനെ ഒരു ഭയം സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ഒരു വസ്തുതയായി ഇസ്ലാമിന്റെ വളർച്ച നമുക്ക് അംഗീകരിക്കാവുന്നതാണ്, നമുക്ക് പ്രചരിപ്പിക്കാവുന്നതാണ്. ഇനി മൂന്നാമതൊരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. അതെന്താന്ന് വെച്ചാൽ, ഈ സമയത്ത് മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഇന്ത്യൻ സമൂഹത്തിന്റെ ജനാധിപത്യപരമായ സന്തുലിതത്വം നിലനിർത്തുന്നതിനും ഇന്ത്യൻ സമൂഹത്തെ ദാരിദ്ര്യത്തിൽ നിന്നും, പട്ടിണിയിൽ നിന്നും, തൊഴിലില്ലായ്മയിൽ നിന്നും രക്ഷിക്കുന്നതിനും മുസ്ലിം സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറയാൻ നമുക്കേ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരാൾക്കും ഈ BJP എന്ന് പറയുന്ന സമഗ്രാധിപത്യ പ്രവണതയുള്ള ഈ മുക്കൂട്ട് മുന്നണിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾക്ക് കഴിയും. മുസ്ലിങ്ങൾക്ക് എങ്ങനെ കഴിയണം? മുസ്ലിങ്ങൾക്ക് കഴിയേണ്ടത്, ഈ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം ഉണ്ടല്ലോ, ഏതൊരു ഇസ്ലാമിനെ കുറിച്ചാണോ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ആ മുഖം തീർത്തും മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഇസ്ലാമിന്റെ വിശാലതയുടെയും സ്വാതന്ത്ര്യപ്രേമത്തിൻ്റെതുമായ ആ മുഖത്തെ ഇന്ത്യൻ ജനതക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് നമ്മുടെ ജോലി.
അവർക്ക് ബോധ്യപ്പെടണം, നമ്മൾ പറഞ്ഞാൽ പോരാ, അവർക്ക് ബോധ്യപ്പെടണം ഇസ്ലാം എന്നത് അവർ ഇതുവരെ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെ അവരുടെ ശത്രുക്കളുടെ പേരല്ല, അവരോടുള്ള ശാസ്ത്രവത്തിന്റെ പേരല്ല, അവരോടുള്ള ഗുണകാംക്ഷയുടെ പേരാണ്, അവരോടുള്ള സ്നേഹത്തിന്റെ പേരാണ്, മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ പേരാണ്, സമത്വത്തിന്റെ പേരാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ അവരുടെ മുമ്പിൽ ഇസ്ലാമായി നിരന്നു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, പ്രസന്റ് ചെയ്യാവുന്നതാണ്, പക്ഷെ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുവാൻ, യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് നമ്മുടെ അജണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയായി നമ്മളിൽ ഓരോ വ്യക്തിയും ഇന്ത്യൻ സമൂഹത്തിൽ നിലകൊള്ളണം. ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന, ഇസ്ലാമിക ചിന്തയെയും ഇസ്ലാമികമായ ആശയങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു കുടുംബമായി നമ്മുടെ ഓരോ കുടുംബവും നിലകൊള്ളണം. ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘമായി നമ്മുടെ ഓരോ സംഘവും, ഓരോ പാർട്ടിയും, ഓരോ രാഷ്ട്രീയ പാർട്ടിയും, ഓരോ മതസംഘടനയും നിലകൊള്ളുമ്പോഴാണ് രാജ്യത്ത് നിന്ന് ഇസ്ലാമിക ഫോബിയ അകന്നു പോവുക. പറയപ്പെടുന്നത് 15% മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ്. അത് 20% വരെ പോകാം. കൃത്യമായി കണക്ക് അടുത്ത കാലത്ത് വരാറില്ല. ഞാൻ പറയുന്നത്, ഒരാൾ, ഒരു കുടുംബം 5 കുടുംബത്തെ മുമ്പിൽ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്താൽ, ഒരു വ്യക്തി 5 വ്യക്തികളുടെ മുമ്പിൽ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്താൽ, ഇസ്ലാമിനെ ശരിയായി പ്രകാശിപ്പിച്ചാൽ, ഇസ്ലാമിന്റെ തിളക്കം അവരുടെ മുമ്പിൽ എത്തിച്ചാൽ തീരാവുന്നതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രശ്നം. അത് തീർന്നാൽ പിന്നെ ഒരിക്കലും ഈ ഇസ്ലാമോഫോബിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമഗ്രാധിപത്യം കൊണ്ടുവരാനോ ഡിമോണിറ്റൈസേഷൻ നടത്താനോ രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയും അവരുടെ അവകാശത്തിന്റെയും മേൽ കൈവെക്കാനോ യാതൊരാൾക്കും കഴിയില്ല. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അതിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഭാഗത്ത് നിന്നാണ് പരിശ്രമങ്ങൾ ആവശ്യമുള്ളത്. ഇത് വലിയൊരു പ്രൊജക്റ്റാണ്. ഇന്നത്തെ ജിഹാദ് എന്ന് ഇതാണ് ജിഹാദ്. അതായത് ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുക, ഇസ്ലാമിനെതിരെ നടക്കുന്ന മീഡിയ യുദ്ധത്തിനെ മനോഹരമായി ഏറ്റവും മനോഹരമായ രൂപത്തിൽ പ്രതിരോധിക്കുക, എപ്പോഴും ഇസ്ലാമിനെ പോസിറ്റീവായി ജനങ്ങളുടെ മുമ്പാകെ വെക്കുക, അതിനുവേണ്ടിയുള്ള എഴുത്തുകൾ, അതിനുവേണ്ടിയുള്ള പ്രഭാഷണങ്ങൾ, അതിനുവേണ്ടിയുള്ള ഫിലിമുകൾ, അതിനുവേണ്ടിയുള്ള മീഡിയകൾ, അതിനുവേണ്ടിയുള്ള നിർമ്മിതികൾ, സോഷ്യൽ മീഡിയ, അതാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ബാധ്യതയാണ്. മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക എന്നത് ദഅവത്ത് നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം മുസ്ലിങ്ങളുടെ രക്ഷയ്ക്ക് ഇത് ആവശ്യമാണ്. മാത്രമല്ല, നിരപരാധികളായ ഏതാണ്ട് 100 കോടിയോളം വരുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങളെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കാനും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ നമ്പർ 1 അജണ്ട അതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. മുസ്ലിം സംഘടനകൾ തമ്മിൽ മത്സരിക്കേണ്ടത് അതിനുവേണ്ടിയാണ്. ഏത് സംഘടന, ഏത് വ്യക്തി അതിനുവേണ്ടി പരിശ്രമം നടത്തിയാലും ആ പരിശ്രമത്തെ പിന്തുണക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്ലിം സമൂഹത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല.
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സംഘടനാ വൈവിധ്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ വൈവിധ്യങ്ങൾ മറന്നുകൊണ്ട് പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആന്റി CAA പ്രൊട്ടസ്റ്റ് എന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളും അതിൽ പങ്കുചേർന്നു. മുസ്ലിം സംഘടനകൾ മാത്രമല്ല, ധാരാളം ആളുകൾ, മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളും ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയതായിരുന്നു അത്. അവർ വിചാരിച്ചത് ഒരു ഹിന്ദു മുസ്ലിം ദ്വന്ദ്വം ഇവിടെ നടക്കുമെന്നായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് പരസ്പരം ആക്രമിക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഹൈന്ദവരായ, ക്രൈസ്തവരായ നല്ല മനുഷ്യർ, രാജ്യത്തിലെ ഐക്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ധാരാളമായി ഇതിൽ പങ്കുചേർന്നു. അവർ സമരത്തിന്റെ ഭാഗമായി മാറും. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നത്, അങ്ങനെ പൊതുസമൂഹം വരാൻ കാരണമായി വർത്തിച്ചിട്ടുള്ള കുറെ വ്യക്തിത്വങ്ങളുണ്ട്, പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ. ആ വ്യക്തിത്വങ്ങളെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട്, കേസിൽ കുടുക്കിക്കൊണ്ട്, സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ് അവർ ശ്രമിക്കുന്നത്. എത്രയോ പേർക്കെതിരെ കേസ് വന്നു കഴിഞ്ഞു. പക്ഷേ അവർ തളർന്നിട്ടില്ല. ഇപ്പൊ കർഷക പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ എത്തി അവർക്ക് പിന്തുണ നൽകുന്നിടത്തും അവരുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമുക്ക് വേണ്ടത് പൊതുവായ കാര്യങ്ങളിൽ മുസ്ലിം ഐക്യം വേണം. അതോടൊപ്പം തന്നെ ഇതര സമൂഹങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള പോക്കുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം എന്നുള്ളത്. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വിദ്യാഭ്യാസത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും മേഖലയിലാണ്. ഒരു രാജ്യത്ത് അതിന്റെ GDP വളർത്തുന്നതിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനോ മതവിഭാഗത്തിനോ ഒരു പങ്കുമില്ല എങ്കിൽ അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രക്രിയയിൽ അവർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ രാജ്യത്തിനൊരു ഭാരമായി തീരുക എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടത് സാമ്പത്തിക വളർച്ചയ്ക്കുള്ള കഠിനമായ പരിശ്രമങ്ങളാണ്. ഉൽപാദകരായി മാറുക, വ്യവസായികളായി മാറുക, വലിയ വലിയ കച്ചവടക്കാരായി മാറുക, വലിയ വലിയ ഗ്രൂപ്പുകൾ ജന്മമെടുക്കട്ടെ, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കട്ടെ. ആ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറാകട്ടെ. അപ്പോൾ ഒരാളെയും ഇവിടുന്ന് പുറത്താക്കാനുള്ള ചിന്ത ഉണ്ടാകില്ല. ആസാമിലെ ദരിദ്രരായ മുസ്ലിങ്ങളെ പുറത്താക്കാം. പക്ഷേ കേരളത്തിലുള്ള കുറച്ച് മുതലാളിമാരുണ്ടല്ലോ, പേര് പറയപ്പെടുന്ന മുതലാളിമാര്, പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യത്തിന്റെ അംബാസഡർമാരായി പ്രവർത്തിക്കുന്ന മുതലാളിമാര്. ആ മുതലാളിമാർക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിലും അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയും. കാരണം അവർ ഈ രാജ്യത്തിന്റെ GDPക്ക് സംഭാവനകൾ അർപ്പിക്കുന്നവരാണ്. അപ്പോ സാമ്പത്തിക വളർച്ച, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വളർച്ച, അതിനുവേണ്ടിയുള്ള കഠിനമായ ശ്രമം നടത്തണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകളുണ്ട്. എവിടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ചെറിയ ചെറിയ മുനമ്പുകൾ രൂപപ്പെടുന്നുണ്ടോ അവിടെ സോഷ്യൽ ചേഞ്ച്, സസ്റ്റൈനബിൾ ചേഞ്ച് ഉണ്ട്. സസ്റ്റൈനബിൾ ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ഓഖ്ല എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, സൗത്ത് ഡൽഹിയിൽ. പശ്ചിമ UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും വന്നിട്ടുള്ള നൂറുകണക്കിന് കുടുംബങ്ങളാണ്, ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇതിന് ചുറ്റും താമസിക്കുന്നത്. വെറും ലേബറായിട്ട് വന്നതാ.
100 റുപ്യക്കും 50 റുപ്യക്കും പണിയെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ വന്നവരാ. അതിനിടയിൽ കല്യാണം കഴിച്ചു, കുറച്ച് കാശ് സമ്പാദിച്ച് ഒരു 50,000 റുപ്യ മറ്റോ മുടക്കി ഒരു ചെറിയ ഭൂമി എടുത്തു. അങ്ങനെ ആ ഭൂമി അവിടെ ഇട്ടിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു ബിൽഡർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭൂമിയിൽ ഞാനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം, 2 or 3 നില നിങ്ങൾക്ക് തരാം, 2 നില ഞാൻ എടുക്കാം. അങ്ങനെ അവരുമായിട്ട് കരാറുണ്ടാക്കി, നല്ല വീടുകൾ ഉണ്ടാക്കി. അപ്പോഴേക്ക് കുട്ടികൾ വളർന്നു, ഇവിടെ ജാമിയ മില്ലിയയിൽ പഠിച്ചു, വിദ്യാഭ്യാസം നേടി, ഡോക്ടറായി, എഞ്ചിനീയറായി. അങ്ങനെ ഈ അർബനൈസേഷനിലൂടെ, മൈഗ്രേഷനിലൂടെ വളരെ പെട്ടെന്ന് പുരോഗതിയിലേക്ക് നീങ്ങുകയാണ് മുസ്ലിം സമൂഹം. എന്നാൽ അർബൻ ഏരിയയിൽ തന്നെ അർബൻ പുവർ എന്ന് പറഞ്ഞ വേറെ വിഭാഗമുണ്ട്. ചേരികളിൽ താമസിക്കുന്ന ഈ ഭാഗം, അത് വേറെ ഒരു ടൈപ്പാണ്. അവർക്കും വിദ്യാഭ്യാസം നൽകി മക്കൾ മറ്റൊരു സംസ്കാരത്തിൽ വളരുകയാണ് ചെയ്യുന്നത്. ആ ഒരു വളർച്ചയെ ത്വരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷേ ആ വളർച്ച ത്വരിക്കുമ്പോഴും മറ്റവർ വെറുതെ ഇരിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. കേരളത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, വിദ്യാഭ്യാസപരമായി പുരോഗതി നേടുമ്പോഴേക്കും അത് അംഗീകരിക്കാൻ കഴിയാത്ത സ്വാഭാവികമായ വളർച്ചയാണ്, ഇവരുടെ തന്നെ അധ്വാനത്തിന്റെ പേരിലുള്ള വളർച്ചയാണ് എന്ന് സമ്മതിക്കാൻ കഴിയാത്ത പ്രവണത കേരളത്തിലുള്ളതിന്റെ എത്രയോ മടങ്ങ് ഉത്തരേന്ത്യയിലുണ്ട്. കഴിഞ്ഞ വർഷം നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കലാപം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചെറിയ വളർച്ചകൾ നേടിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റികളാണ്. അർബനൈസേഷൻ മുഖേന മൈഗ്രന്റ് ലേബേഴ്സ് വന്ന് അവർ പുതിയ ജീവിതം കരുപ്പിടിപ്പിച്ച് ചെറിയ വീടുകൾ ഉണ്ടാക്കി, ചെറിയ കച്ചവടങ്ങൾ തുടങ്ങി അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അത് നശിപ്പിക്കണമെന്ന് തോന്നുന്നത്. അത് തന്നെയാണ് ഗുജറാത്തിൽ ഉണ്ടായത്. എന്നാലും ഒരു നശിപ്പിക്കൽ കൊണ്ടോ 2 നശിപ്പിക്കൽ കൊണ്ടോ തീർന്നു പോകുന്നതല്ല ഇത്. നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസവും സാമ്പത്തിക വളർച്ചയും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അജണ്ടയിൽ കേന്ദ്രീകരിച്ച് 1 ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുക, 2 മുസ്ലിം സമൂഹം ഏകീകരിക്കുക, 3-മത്തേത് മുസ്ലിം സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് ശ്രമിക്കുക. ഒരു അജണ്ട കൂടി പറയാം, പൊളിറ്റിക്കലി ഇനിയും ശക്തി ആർജിക്കുക. പൊളിറ്റിക്കലി ഡിമോണൈസ് ചെയ്യാൻ, ഡിമോണിറ്ററൈസ് ചെയ്യാൻ, അതായത് മുസ്ലിം സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ ശക്തിയെ അസാധുവാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അസാധുവാകണം. കേരളത്തിലും അത് അസാധുവാകണമെന്നാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. BJPയും അവരെ എതിർക്കുന്ന ഒരു സംഘവും മതി. അങ്ങനെ ഒരു ദ്വന്ദ്വം വളർന്നു വന്നാൽ പിന്നെ മുസ്ലിം സമൂഹത്തിന് വോയിസ് ഇല്ല. 4 കോടിയോളം മുസ്ലിങ്ങളുള്ള UPയിൽ മുസ്ലിം സമൂഹം രാഷ്ട്രീയമായി ഒരു വാല്യൂവില്ലാത്ത ആളുകളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പോളറൈസേഷൻ മുസ്ലിം സമൂഹത്തിന്റെ വാല്യൂ കുറക്കും. അതുകൊണ്ട് പോളറൈസേഷൻ ഇല്ലാതെ നമുക്കെങ്ങനെ നമ്മെ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഞാൻ കാണുന്നത് വളരെ സന്തോഷകരമായ ഒരു ഭാവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ എന്തുകൊണ്ട് ഇസ്ലാമിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം വളരുന്നത് കൊണ്ട് ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ കയ്യേന്തുകയും അതിൽ ആവേശം കൊള്ളുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും, എന്നാൽ നമ്മെ തന്നെ ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് സംസ്കരിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ദൗത്യം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ആരിഫ് അലി സാഹിബിന്റെ വിഷയാവതരണം കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ പ്രസക്തമെന്ന് തോന്നുന്ന പലതും അന്വേഷിക്കാനുണ്ടെങ്കിൽ അവസരം നൽകുകയാണ്.
ശ്രോതാക്കള് അവിടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാബേ, പിന്നെ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ നമ്മള് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, 16ഉം 26 ആയിട്ട്. അപ്പം അതോടൊപ്പം തന്നെ അവരുടെ പിന്നെ ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ള പിന്നെ എത്രമാത്രം നമുക്ക് പിന്നെ വീടുകൾ എന്നുള്ളല്ലാതെ അക്കാദമിക് ലെവലിൽ നമുക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ അവരെ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? നമ്മള് തീർച്ചയായിട്ടും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒന്നാമത് വിദ്യാഭ്യാസമാണ്. നമ്മള് പിന്നെ പല പല ലെവലുള്ള വിദ്യാഭ്യാസത്തിന് ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഒന്നാമത്തെ ശ്രമം തീരെ വിദ്യാഭ്യാസം കിട്ടാത്ത സ്ലം ഏരിയകളിലും അതുപോലെ പിന്നെ ഇതിലും ഗ്രാമങ്ങളിലുമുള്ള ആളുകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ്. അതിന് വലിയൊരു നെറ്റ്വർക്ക്, വൺ ടീച്ചേഴ്സ് സ്കൂൾ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് വലിയ വിദ്യാഭ്യാസം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ള ഏർപ്പാടുകളാണ്. അതിനുവേണ്ടി നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഒരു പിന്നെ ചങ്ങല ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ 6 സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത്തരം സ്കൂളുകൾ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളൊരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലയിടങ്ങളിലും ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ നമ്മൾ വികസിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്, കൂടുതൽ എണ്ണം ആക്കി കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സ്കിൽ ഡെവലപ്മെന്റിൻ്റെതായ ഗവൺമെന്റിന്റെ കൗശല്യ യോജന എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഒരുപാട് ചെറിയ ചെറിയ തൊഴിലുകൾ ആളുകൾക്ക് ഉള്ള ട്രെയിനിങ്ങുകൾ വളരെ വിശാലമായ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് തന്നെ, ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് ഫിനാൻസ്, ഇതിൽ രണ്ടും തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് നമുക്ക് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതിനുള്ള പദ്ധതികൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ സാധാരണഗതിയിൽ സീസണൽ പ്രൊജക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കുർബാനി, അതുപോലെ തന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് റിലേഷന്റെ ഒരു മാർഗം എന്നതും പിന്നെ ആളുകൾക്ക് വിശക്കുന്നതിന് ഒരു പിന്നെ പരിഹാരം തൽക്കാലം ഉണ്ടാക്കാം എന്നതുമല്ലാതെ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റൂല. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി വിദ്യാഭ്യാസവും തൊഴിൽ സംരംഭവും ഈ 2 പോയിന്റിലാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഈ വടക്കേ ഇന്ത്യയില് സർക്കാരിന്റെ പിന്നെ സപ്പോർട്ട് ഇത്തരം സ്ഥാപനങ്ങൾക്കും ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? കേരളത്തിലെ പോലെ തടസ്സങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മള് പിന്നെ സർക്കാരിന്റെ ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം സർക്കാരിന്റെ ഏതെങ്കിലും വിധമായിട്ടുള്ള ഒരു പ്രത്യേക തടസ്സമുണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അവര് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈവൻ UP-യിൽ വരെ നമ്മുടെ പല പ്രോജക്റ്റുകളും നടക്കുന്നുണ്ട്. UP-യില്, ഹരിയാനയില് ഒക്കെ നടക്കുന്നുണ്ട്. അത് എല്ലാം അവര് സമ്മതിക്കുന്നുണ്ട്. ഗവൺമെന്റ് അതിനുള്ള അഫിലിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലോകത്താകെ ഇപ്പോഴുള്ളൊരു സംഭവം എന്താന്ന് വെച്ചാൽ, ഈ ചാരിറ്റി വർക്ക് എന്ന നിലയിൽ എല്ലാവരും വളരെയധികം കർശനമായിട്ട് നിയന്ത്രിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചാരിറ്റിക്ക് ഭയങ്കരമായ കൺട്രോളാണ്. അപ്പൊ ഈ കൺട്രോളിന്റെ എല്ലാ തലങ്ങളും വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള പ്രയാസങ്ങളുണ്ട്. അതല്ലാതെ നമുക്കായിട്ട് മാത്രം ഒരു പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ 4 കോടി മുസ്ലിങ്ങളുള്ള UP-യില് അവരുടെ പൊളിറ്റിക്കൽ വാല്യൂ ഇല്ല എന്ന്, അസാധുവാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് അല്ലേ ഏറ്റവും അടിയന്തര പ്രധാനത്തില് നമ്മള് പിന്നെ ഊന്നേണ്ട ഒരു മേഖല? അതേക്കുറിച്ച് എന്താണ്? അതിന്
നമ്മള് രണ്ട് കാര്യങ്ങളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പിന്നെ 4 കോടി മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റി വൈസിലെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 20 മുതൽ 22% വരെ. അപ്പോ ബാബരി മസ്ജിദ് അടിസ്ഥാനമാക്കിക്കൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ പോളറൈസേഷൻ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ നമ്മുടെ UP എന്ന് പറയുക. ഏറ്റവും വലിയ പോളറൈസേഷനാണ്. അതായത് മുസ്ലിങ്ങൾ എല്ലാവരും കൂടി ഒന്നുകൂടിയാൽ പോലും സംഭവിക്കുന്നത് ഒരു 20%, ബാക്കിയുള്ളവർ മറുഭാഗത്തേക്ക് നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് സംഭവിക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില സീറ്റുകൾ കിട്ടുന്നത് പിന്നെ എന്നൊക്കെ പറഞ്ഞു ചെറിയ ചില മഹാഗഠബന്ധൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സീറ്റുകളൊക്കെ കിട്ടും എന്നതല്ലാതെ ഈ പോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പൊളിറ്റിക്കൽ ശക്തി റദ്ദ് ചെയ്യപ്പെടുമെന്നാണ്. ഇത് നമ്മൾ എല്ലായിടത്തും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിപ്പോ വെസ്റ്റ് ബംഗാളിൽ ഇപ്പൊ അത് വരാൻ പോവുകയാണ്. വെസ്റ്റ് ബംഗാളില് ഇപ്പോ മമതാ ബാനർജി അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള മത്സരം കടുത്തു കഴിഞ്ഞാൽ മമതാ ബാനർജിക്ക് മുസ്ലിം സീറ്റുകൾ കൊടുക്കുന്നിടത്ത് വളരെയധികം പിശുക്കേണ്ടതായിട്ട് വരും. അവിടെ മുസ്ലിം സീറ്റുകൾ കുറഞ്ഞു വരും. അതുപോലെ പിന്നെ നമ്മൾ കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോ ക്രൈസ്തവ സമൂഹവും ഹൈന്ദവ സമൂഹവും കൂടി ചേരുന്ന ഒരു ഘട്ടത്തിൽ അവർ രണ്ടും ഒരു കക്ഷിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുസ്ലിം ലീഗിന് കിട്ടുന്ന കുറച്ച് സീറ്റുകൾ അവിടെ ഇവിടെയും കിട്ടുമെന്നല്ലാതെ പിന്നെ മുസ്ലിം പ്രാതിനിധ്യം എന്നത് പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോ നമ്മള് UP യിൽ ഇന്നലെ സംഭവിച്ചത് നാളെ ചിലപ്പോൾ കേരളത്തിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് പിന്നെ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പോളറൈസേഷൻ ആണ് ഏറ്റവും വലിയ വില്ലൻ. പോളറൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാലാണ് മുസ്ലിം സമൂഹത്തിന്റെ കമ്മ്യൂണിറ്റിയുടെ ഈ പിന്നെ രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് റദ്ദ് ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മുടെ പോളിസിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പക്ഷെ അതിന്റെ പ്രശ്നം അപ്പോഴാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത്. രണ്ടാമത്തെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലീഡർഷിപ്പിന്റെ പ്രശ്നം. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മള് ജമാഅത്തെ ഇസ്ലാമിയും അതിലൊരു സംഘടനയല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു വലിയ ജനസ്വാധീനമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് ഘടകങ്ങളുണ്ടെങ്കിലും ഒരു മാസ് പവറുള്ള സാധനമല്ല. അങ്ങനെയുള്ള 2-3 സംഘടനകൾ ഉണ്ട്. ആ സംഘടനകൾ പൊളിറ്റിക്സിൽ ഒന്നുകിൽ കൃത്യമായിട്ട് വരുന്നില്ല. അവർ പൊളിറ്റിക്സിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ പൊളിറ്റിക്സ് എന്നത് അവരുടെ ഒരു പിന്നെ പ്രവർത്തന മേഖലയല്ല. അവര് പലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയോ 2 ആൾക്ക് വേണ്ടിയോ ശുപാർശ ചെയ്യുകയും അവർക്ക് എങ്ങനെയെങ്കിലും പിന്നെ സീറ്റ് നേടിയെടുക്കുകയും ചെയ്യുക എന്നതിലുപരി ഒരു ദീർഘമായ കാഴ്ചപ്പാടില്ല. അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ആവശ്യം. അത് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിന്റെ മുമ്പും അല്ലാതെയും എല്ലാ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മള് അത് ലോക്ക്ഡൌൺ കാലമായിട്ട് പോലും കേന്ദ്രത്തിൽ നിന്ന് നേതാക്കന്മാര് അവിടെ ചെന്ന് തമ്പടിക്കുകയും വ്യത്യസ്ത ലീഡേഴ്സുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോ നമ്മുടെ പൊളിറ്റിക്കലി നമ്മള് അസാധുവാകാൻ, റദ്ദ് ചെയ്യപ്പെടാതിരിക്കാനുള്ള ആസൂത്രണം നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും അത് ഓരോ ഘട്ടത്തിലും പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ അവസ്ഥ എക്കാലവും ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് ഈ പോളറൈസേഷന്റെ ഒരു ഗ്യാസ് ഉണ്ട്, അത് തീരുന്ന ഒരു ഘട്ടമുണ്ട്. അത് അടുത്തന്നെ തീരും. കാരണം എന്താ വെച്ചാല് നമുക്കെതിരെ, ഇസ്ലാമിക സമൂഹത്തിനെതിരെ പോളറൈസേഷൻ നടത്തുന്ന ശക്തികൾ ഏകമുഖമായ ശക്തികളല്ലല്ലോ. അവരിൽ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളുണ്ട്, ആഭ്യന്തരമായിട്ടുള്ള വൈകൃതങ്ങളുണ്ട്, ആഭ്യന്തരമായിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളെ ഈ സംവിധാനത്തിലെ ഇതിന്റെ ഇടയ്ക്ക് ഒരു അന്വേഷണം ഉണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വല്ല പ്രയാസപ്പെട്ടോ അതോ അതൊക്കെ എങ്ങനെ നീങ്ങിപ്പോയോ, എന്താണ് അതിനെ പറ്റി പിന്നെ അറിയാം? അതായത് ഫൗണ്ടേഷന്റെ ആരോ സംസാരിക്കും, മ്യൂട്ട് ചെയ്തോളൂ.
പിന്നെ ഞാൻ പറഞ്ഞു സൗണ്ട് ഓഫ് ചെയ്യേ. അതായത് NIA ഒരു അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണം വന്നു പറഞ്ഞാൽ അവര് വന്നു. അപ്പോ നമ്മള് മനസ്സിലാവും, നമ്മളൊരു അസംഷൻ എന്താന്ന് വെച്ചാല് അവര് വേറെ ഒരു ഓർഗനൈസേഷനും ഉണ്ട്, ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ ഓഫീസ് ആണെന്ന് ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഓഫീസിൽ വന്നത്. വന്ന് അവര് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ചെലവഴിച്ചു. നമ്മുടെ പിന്നെ അക്കൗണ്ട്സിലെ കമ്പ്യൂട്ടർ ഒക്കെ എടുത്തുകൊണ്ടുപോയി. പിന്നെ കുറച്ച് ഡയറിയും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയി. അവര് നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോയതെന്നൊക്കെ വളരെ മാന്യമായ സ്വഭാവത്തിൽ തന്നെ എഴുതി തരികയും അവർ പോവുകയും ചെയ്തു. പിന്നെ അവർ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞത് നമ്മളോട്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഒരു പ്രശ്നവുമില്ല, പിന്നെ നിങ്ങളുടെ ഫണ്ട് വരവിപ്പിക്കുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പിന്നെ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ വന്നു ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അത് സംബന്ധമായ ഒരു പ്രശ്നവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും വളരെ ക്ലിയർ ആണ്, ഓപ്പൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഓഡിറ്റ് നടക്കുന്നുണ്ട്, അതിന്റെ സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ് ആയിട്ടുള്ള ഒരു സൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. CAA വിരുദ്ധ സമരം അത് പുനരുജ്ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് ഉള്ള ചർച്ചകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കിടയിൽ നടക്കുന്നുണ്ടോ? അതിന്റെ ഭാവി എന്തായിരിക്കും എന്നറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് അഥവാ ഇനി NIA NRC പോലെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ പിന്നെ അതിനെതിരെ പഴയതിനേക്കാൾ ശക്തമായ സമരം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ആരും നിർത്തിവെച്ചതൊന്നുമല്ല, അത് പിന്നെ ആ കോവിഡ് കാലം വന്നതുകൊണ്ട് അത് നിന്നുപോയതാണ്. അപ്പോൾ പുനരാരംഭിക്കുക എന്ന് പറയുന്നത് വളരെ എനർജി ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് പിന്നെ വളരെ നേരത്തെ ചെയ്തിട്ട് നമ്മുടെ പിന്നെ സമരം ചെയ്യാനുള്ള എനർജിയും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയത്ത് ചെയ്യാമെന്നുള്ള ധാരണയിലാണുള്ളത്. അതിനോടൊപ്പം തന്നെ കൂട്ടി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ NIA CAക്കെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് അത് പിന്നെ അതിനേക്കാൾ ഡെപ്ത് ഉള്ള ഒരു സമരമാണ് നമ്മുടെ കർഷക സമരം എന്ന് പറയുന്നത്. ഇപ്പൊ CAA സമരക്കാരോടൊന്നും സംസാരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധരായിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ കർഷക സമരത്തോട് സംസാരിക്കാൻ അവർ സന്നദ്ധരാകുന്നുണ്ട്. അപ്പൊ രാജ്യത്ത് ജെനുവിൻ ആയിട്ടുള്ള കേസ്, അത് കർഷക സമരമാണെങ്കിലും വേറെന്ത് സമരമാണെങ്കിലും എവിടെ എന്ത് ജെനുവിൻ ആയിട്ടുള്ള സമരങ്ങൾ നടക്കുമ്പോഴും ആ സമരത്തോടൊപ്പം നിൽക്കാനും ആ സമരം നമ്മുടെ തന്നെ സമരമാക്കി മാറ്റാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ഇഷ്യൂ ഈ ഇന്ത്യയിലെ മൊത്തം ജനതയുടെ ഇഷ്യൂ ആയി വരുന്നത്. അപ്പോ നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റാപ്പോ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റാപ്പോ വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ആവശ്യം വരുന്ന അവസരത്തിൽ നേരത്തെ എത്ര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ അതിനേക്കാൾ സപ്പോർട്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് NIA CAA സമരം അവസാനിച്ചു നമ്മൾ കരുതേണ്ടതില്ല. അത് പൂർവാധികം ശക്തിപ്പെട്ട് അതിന്റെ സമയത്ത് വരും ഇൻഷാ അല്ലാഹ്. അവസാനിപ്പിക്കാൻ തോന്നുന്നു ഇൻഷാ അല്ലാഹ്. ഓക്കെ, അൽഹംദുലില്ലാ. ജസാകുമുല്ലാഹു ഖൈർ. ബഹുമാനായ ആരിഫ് അലി സാഹിബ് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമുക്കിന്ന് സമയം അനുവദിച്ച് 1 മണിക്കൂറിലധികം നമ്മെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിന് തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഇതോടുകൂടി അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.